പന്തീരാങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്ന് സിഐ ഷാജു കെ. ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞ പ്രതി ഷിബിൻലാലിനെ പാലക്കാട് വെച്ച് ഇന്ന് ചെയ്തുകൊണ്ട് പ്രതിയെ ഇപ്പം നമ്മൾ പാലക്കാട് വെച്ച് ഉച്ചയോടുകൂടി കസ്റ്റഡിയെടുത്ത് ഇവിടെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. തുടർന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ കൃത്യമായ നിർദ്ദേശം, അതുപോലെ മേലോ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശത്തിനടിച്ചാൽ നല്ലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തന്നെ പ്രതിനെ ഇങ്ങനെ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി ബാക്കി തെളിവെടുപ്പ് നാളെ തുടർന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ 55,000 രൂപയാണ് റിക്കവറി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ പൈസ എങ്ങനെ ചെയ്തു, ഏത് തരത്തിൽ മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങൾ നമ്മൾ റിക്കവറി അത് നമ്മൾ അന്വേഷണ ഭാഗമായി അന്വേഷിക്കുന്നുണ്ട്. അത് ആരെങ്കിലും അങ്ങനെ വളരെ ആ വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ നടപടി ഉണ്ടാവും. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാലക്കാട് വെച്ച് ആദ്യം വരെ പാലക്കാട് എത്തി, അവിടുന്ന് തൃശ്ശൂരേക്ക് പോയി തിരിച്ച് പാലക്കാട് തന്നെ വന്നു. പാലക്കാട് നിന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്തത്. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, 40 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഇതിൽ 55,000 രൂപ മാത്രമാണ് തിരികെ കിട്ടിയത്. പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിക്കാനായി കൊണ്ടുപോയ പണം തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. ഒരു സ്കൂട്ടറിലായിരുന്നു ഈ പ്രതിയായിട്ടുള്ള ഷിബിൻലാൽ രക്ഷപ്പെട്ടത്. പിന്നീട് 2 ദിവസം പോലീസ് ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. പാലക്കാട് ഉണ്ട് പ്രതി എന്ന് പോലീസ് മനസ്സിലാക്കുകയും പിന്നീട് പാലക്കാട് നിന്ന് കസ്റ്റഡി എടുക്കുകയും ചെയ്ത് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കും പിന്നീട് അവിടെ നിന്ന് തൃശ്ശൂരേക്കും വീണ്ടും പാലക്കാടേക്കും വരികയായിരുന്നു ചെയ്തത്. എന്നാൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ട പണം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. 40 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രതിയിൽ നിന്ന് 55,000 രൂപ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. താൻ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലീസ് ഈ കാര്യം വിശ്വസിച്ചിട്ടില്ല. പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ താൻ 38 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അതെടുത്ത് ഇസാഫ് ബാങ്കിൽ നിക്ഷേപിക്കാമെന്നും പറഞ്ഞ് ഇസാഫ് ബാങ്കിനെ പ്രതി സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രതി പറഞ്ഞത് വിശ്വസിച്ച് ഈ അക്ഷയ ഫൈനാൻസിയേഴ്സിൽ നിന്ന് സ്വർണം എടുക്കാൻ ആവശ്യമായ പണവുമായി വന്ന ജീവനക്കാരെ കബളിപ്പിച്ചിട്ടാണ് പ്രതി കടന്നു കളഞ്ഞത്. 2 ദിവസം മുമ്പായിരുന്നു സംഭവം. പട്ടാപ്പകലാണ് ഇത്തരത്തിൽ സംഭവം നടന്നത്. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് പ്രതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ട് എടുത്തിട്ടുണ്ട്. ഇനി വിശദമായ തെളിവെടുപ്പിനും അന്വേഷണത്തിനും ഒരുങ്ങുകയാണ് പോലീസ്. ഈ തട്ടിപ്പിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഇസാഫ് ബാങ്കിലെ ജീവനക്കാരെയും പോലീസ് മൊഴിയെടുത്തിരുന്നു. ഇവർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്ന അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എന്നാൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഇസാഫ് ബാങ്കിന്റെ ജീവനക്കാർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ മുതൽ വിശദമായ തെളിവെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങിയാണ് പോലീസ്. ജിനിമ. ശരി, ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.